ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എപ്പോഴാണ് പുറത്തുവരിക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സർക്കാർ വിശദീകരണം അനുസരിച്ച് 2:30 എന്നുള്ളതാണ്. 2:30 നൽകും എന്നുള്ളതാണ്. ആദ്യ കോപ്പി കൈരളി ന്യൂസ് കൈപ്പറ്റുകയും ചെയ്യും. ലെസ്ലി ജോണിന് അതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ലെസ്ലി ജോണിന് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം സാംസ്കാരിക വകുപ്പ് ഇൻഫർമേഷൻ ഓഫീസറിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. എന്നാൽ അതേസമയം തന്നെ ഇന്ന് വൈകിട്ട് 3 മണിക്ക് രഞ്ജിനിയുടെ ഹർജി സിംഗിൾ ബെഞ്ച് കേൾക്കുന്നുണ്ട്. പക്ഷേ അത് നിയമപരമായ ഏതെങ്കിലും ഒരു തടസ്സം സാംസ്കാരിക വകുപ്പിന് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സൃഷ്ടിക്കുന്നില്ല എന്ന പ്രശ്നം ഉണ്ട് താനും. പക്ഷേ രഞ്ജിനി ഉന്നയിക്കുന്ന ഒരു പ്രധാന പ്രശ്നം, അവർ മൊഴി കൊടുത്ത ഒരാളാണ് ഈ കമ്മിറ്റിക്ക് മുമ്പാകെ. ആ മൊഴി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ അല്ലെങ്കിൽ തൻ്റെ സ്വകാര്യതയ്ക്ക് ഹനിക്കുന്ന വിധത്തിലേക്കുള്ള ഭാഗങ്ങൾ ഇതിനകത്തുണ്ടോ എന്നത് അറിയേണ്ടതുണ്ട് എന്ന നിലയിലൊരു വാദം സ്വാഭാവികമായും വെക്കാനാണ് സാധ്യത. അങ്ങനെ ഒരു വാദം അതിൽ മൊഴി കൊടുത്ത ഒരാളെന്നുള്ള നിലയിൽ തന്നെ കോടതിയിൽ പോയി പറഞ്ഞാൽ ആ കോടതി എങ്ങനെയാണത് പരിഗണിക്കുക എന്നുള്ളത് കൂടിയുണ്ട്. പക്ഷേ അതിൽ വളരെ പ്രധാനപ്പെട്ട ഡയറക്ഷൻ കോടതിയുടെ ഭാഗത്ത് നിന്ന് മുൻപ് തന്നെ വന്നിട്ടുള്ളതാണ്. അത് വെച്ച് നോക്കിയാൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ചില വിവരങ്ങളനുസരിച്ച് ഏതാണ്ട് 233 പേജുകളാണ് പുറത്തു വരാൻ പോകുന്നതെന്നും അതുപോലെ തന്നെ 165 മുതൽ 195 പാരഗ്രാഫ് വരെയൊക്കെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളും സൂചനകളുമൊക്കെ വരുന്നുണ്ട്. അത് ഇങ്ങനെ ഇതെല്ലാം നിൽക്കുന്ന ഘട്ടത്തിൽ ഇനി വരുന്നൊരു സമയത്ത് അന്തിമമായ തീരുമാനങ്ങൾ ഏതൊക്കെ തരത്തിൽ എന്നതുകൂടിയുണ്ട്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വളരെ ശക്തമായൊരു ഉത്തരവ് ഇക്കാര്യത്തിൽ നൽകുന്നതിന് ഇടവരുത്തിയത് ഹർജിക്കാരനായി സജിമോൻ പാറയിൽ എന്ന നിർമ്മാതാവ് കോടതിയിൽ ചെന്നപ്പോഴാണ്. ആ ഹർജി തള്ളിക്കൊണ്ടാണ് വളരെ ശക്തമായൊരു ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നൽകിയത്. അപ്പോൾ ആ ഹർജിക്കാരൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അപ്പീൽ നൽകിയിട്ടുണ്ട്. അത് ഇന്ന് തന്നെ കേൾക്കാൻ കഴിയും വിധത്തിലേക്ക് നമ്പർ ഇട്ട് പോയിട്ടുണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷം കേൾക്കുമോ എന്നതുകൂടി നിൽക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു നിയമപരമായ ചില നടപടിക്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. സർക്കാരാകട്ടെ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാത്തരം നടപടികളും പൂർത്തീകരിച്ച് നിൽക്കുക കൂടിയാണ്. 2:30 അത് പുറത്തുവിടും എന്ന നിലയിലാണ് നിൽക്കുക. സുജു ടി ബാബു നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുജുവിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു തീരുമാനം വന്നിട്ടുണ്ട്. ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളുടെ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു എന്നതുകൂടിയുണ്ട്. ഞാൻ അതിലേക്ക് വരികയും ചെയ്യാം. സുജു, വളരെ വേഗത്തിൽ ഇപ്പോൾ കോടതിയിൽ നടന്നു വന്ന വിവരങ്ങളും സർക്കാരിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളെക്കുറിച്ചുമൊക്കെ മന്ത്രി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? മന്ത്രി പറഞ്ഞത് ആദ്യം കേട്ടിട്ട് സുജുവിലേക്ക് വരാം. അതിനു മുമ്പ് സുജുവിലേക്ക്, മന്ത്രി പറഞ്ഞത് എന്താണ് സുജു? 2:30 റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തുമെന്നാണ് നമുക്കൊക്കെ അറിയാവുന്നൊരു വിവരം. റൈറ്റ്, മന്ത്രി പറഞ്ഞത് കേട്ടിട്ട് സുജുവിലേക്ക്. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ ഗവൺമെൻറ്റിന് വേണ്ടി ഒരു കാര്യം വ്യക്തമാക്കി. ഇത് പുറത്തുവിടുന്നതിന് വിവരാവകാശ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ച തരത്തിൽ, ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച തരത്തിൽ പുറത്തുവിടുന്നതിന് യാതൊരു തടസ്സവുമില്ല. അപ്പോൾ അത് പുറത്തു വിടണമെന്ന് തന്നെയാണ് വീണ്ടും ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് വ്യക്തമാക്കുന്നു. അത് നടപ്പാക്കേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ആ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥ അവരത് ചെയ്യാനാണ് സാധ്യത. കാരണം ഹൈക്കോടതിയുടെ സമയം തീരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ചെയ്യാനാണ് സാധ്യത. ചെയ്യണമെന്നുള്ളതാണ് ഗവൺമെൻറ് നിലപാട്. ഈ മന്ത്രി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ആർക്കും ഇതിനകത്ത് ഒരു റോളുമില്ല. ഞങ്ങൾ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു, അവർ റിപ്പോർട്ട് തന്നു. ആ റിപ്പോർട്ടിന്മേൽ അത് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ ഹർജി കൊടുക്കുന്നു. അതിന്മേൽ വിവരാവകാശ കമ്മീഷൻ തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തിന് ബദലായി വീണ്ടും ഒരു ഹർജി ഹൈക്കോടതി പോകുന്നു. ആ ഹൈക്കോടതിയുടെ തീരുമാനം ഒരാഴ്ച, അത് ഇന്ന് അവസാനിക്കുന്നു. സ്വാഭാവികമായിട്ടും മറ്റൊരാൾ വീണ്ടും ഒരു ഹർജിയുമായിട്ട് കൊടുത്ത മൊഴി സംബന്ധിച്ചിടത്തോളം കാണണം എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് ഹൈക്കോടതി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഇതൊന്നും കാര്യമില്ല, അത് പബ്ലിഷ് ചെയ്യാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പബ്ലിഷ് ചെയ്യണം. ഇതാണ് ഗവൺമെൻറ് നിലപാട്. ഇതാണ് നേരത്തെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് മന്ത്രി പറഞ്ഞതാണ്, ഇന്നും കോടതി പറഞ്ഞല്ലോ അത് പബ്ലിഷ് ചെയ്യണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ഈ നിലപാട്. സർക്കാർ അതിന് നടപടിക്രമങ്ങൾ സ്വീകരിച്ച് നിൽക്കുന്നു. അതുകൊണ്ടാണ് 2:30 ആ റിപ്പോർട്ട് പുറത്തുവിടും എന്ന നിലയിൽ കാര്യങ്ങൾ നിൽക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏതാണ്ട് 63 പേജുകൾ ആ നിലയിൽ ഹൈക്കോടതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തുമ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. 233 പേജുകളായിരിക്കും ആ നിലയിൽ പൊതു സമൂഹത്തിന് മുമ്പാകെ എത്താൻ പോകുന്നത്. ഏതാണ്ട് 165 മുതൽ 195 വരെയുള്ള പാരഗ്രാഫുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്ന
നിലയിലുള്ള സൂചനകളുണ്ട്. ഇതൊക്കെ സൂചനകൾ മാത്രമാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് ആ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയേണ്ടതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലെസ്ലി ജോൺ ഞങ്ങളുടെ മാധ്യമപ്രവർത്തകനാണ് 2:30 ഈ പറഞ്ഞ റിപ്പോർട്ട് കൈപ്പറ്റാനാവുക. അതുമായി ബന്ധപ്പെട്ട് ഉള്ള നിർദ്ദേശം സാംസ്കാരിക വകുപ്പിൻ്റെ ഇൻഫർമേഷൻ ഓഫീസറിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അതിൽ പറയുന്നത് 2:30 എത്തണം എന്നത് തന്നെയാണ്. അത് അതിലെ ആധികാരികമായ വിവരമാണ്. മറുഭാഗത്ത് കോടതിയിൽ രഞ്ജിനിയുടെ ഹർജി തള്ളി. ആ ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ആവശ്യം ഈ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തരുത് എന്നുള്ളതായിരുന്നു. അത് മന്ത്രി മുമ്പ് പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടതാണ്. പറഞ്ഞ പോലെ പൂർണ്ണമായി അത് തള്ളിയിട്ടുണ്ട്. ആ ആവശ്യം കോടതി അംഗീകരിക്കാത്തതോടുകൂടി തന്നെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ ഒരു അവസരം കൈവന്നിരിക്കുന്നു, അല്ലെങ്കിൽ അതിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത്. സുജു ടി ബാബു ഉണ്ട്. സുജു ആണ് മന്ത്രിയോട് അല്പം മുമ്പ് പത്തനംതിട്ടയിലെ തിരുവല്ലയിൽ വെച്ച് ഇക്കാര്യം സംസാരിച്ച് അദ്ദേഹം അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. സുജു, അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഈ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഇത്തരം ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന്റെ തടസ്സമില്ല, അല്ലെങ്കിൽ സർക്കാരിന്റെ നിലപാട് സത്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാർ അതിലൊരു കക്ഷി പോലുമല്ല. സർക്കാർ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെയല്ല, അത് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇത് പ്രസിദ്ധപ്പെടുത്താൻ സന്നദ്ധമാണ്. അപ്പോൾ അതിന് നിയമപരമായ ഒരു സാഹചര്യം ഒരുങ്ങി വന്നല്ല. അതിനിടയിലാണ് സിനിമാ രംഗത്തു നിന്ന് തന്നെ ഇങ്ങനെ ചില ഹർജികളൊക്കെ വന്ന് ചില തടസ്സങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. സുജു പറയും. തീർച്ചയായിട്ടും അത് തന്നെയാണ് മന്ത്രി പറഞ്ഞത്. ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് പുറത്തുവിടും. അതായത് കൃത്യമായിട്ട് കോടതിയുടെ ഇന്നത്തെ നിർദ്ദേശം, രഞ്ജിനിയുടെ ഹർജി തള്ളിയതോടെ തന്നെ ഇപ്പൊ നിയമപരമായ തടസ്സം സർക്കാരിന് മുമ്പിലില്ല, അല്ലെങ്കിൽ സർക്കാരല്ല ഇത് പുറത്തുവിടുന്നത്. അത് എടുത്തു പറയേണ്ടതാണ്. യുവരാഷ്ട്ര കമ്മീഷന് മുമ്പിലേക്കായിരുന്നു ഇത് പുറത്തുവിടാനുള്ള ഉത്തരവാദിത്തം വന്നിരിക്കുന്നത്. അതിൽ സർക്കാരിനെ സംബന്ധിച്ചോളം യാതൊരു റോളുമില്ല. മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് വരികയും കോടതിയാണ് പിന്നീട് പുറത്തുവിടാൻ ആവശ്യപ്പെടുന്നതും അത് പുറത്തുവിടാനിരിക്കുന്ന സാഹചര്യത്തിലാണ് രഞ്ജിനി വീണ്ടും ഹർജിയായി പോകുന്നത്. ആ ഹർജിയുടെ ഇപ്പോൾ തള്ളിയവരുടെ സാഹചര്യത്തിൽ ഇത് പുറത്തുവിടുന്നതിൽ സർക്കാരിന് യാതൊരു എതിർപ്പുമില്ല. അതിനെ യുവരാഷ്ട്ര കമ്മീഷൻ പുറത്തുവിടും എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഇതിൽ സർക്കാരിന് ഒരു ഒളിച്ചുകളിയുമില്ല. ഇത് പുറത്തുവിടാത്തതിന്റെ കാരണം സർക്കാരിന്റെ ഭാഗത്തെ ഏതെങ്കിലും വീഴ്ചയുമല്ല, സർക്കാരിന്റെ നിലപാടിന്റെ ഭാഗമല്ല. സർക്കാരിനെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പിനെ സംബന്ധിച്ചോളം റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് തന്നെയായിരുന്നു നിലപാട്. ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജിയും അല്ലെങ്കിൽ നിയമ നടപടികളാണ് ഇത് വൈകിപ്പിച്ചതിന് കാരണം. ഇപ്പോൾ മന്ത്രിയും വ്യക്തമാക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യുവരാഷ്ട്ര കമ്മീഷന് പുറത്തുവിടാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനുള്ള അത്തരം ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ യുവരാഷ്ട്ര കമ്മീഷൻ ഉടൻ തന്നെ പുറത്തുവിടുമെന്ന് തന്നെയാണ് മന്ത്രിയും വ്യക്തമാക്കുന്നത്.